അതിനകത്ത് ഒരു കൊലപാതകമുണ്ട്. ആ കൊലപാതകത്തെക്കുറിച്ച് ആരാണ് ഇതിന് പിന്നിൽ എന്ന് അന്വേഷിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സസ്പെൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു അത് ആ കൊല ചെയ്തത് ആരാണ് എന്നുള്ളത്. പക്ഷേ ആ സിനിമ ആ ഒരു സസ്പെൻസ് ഉള്ളപ്പോൾ തന്നെ നമ്മൾ വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയുടെ എന്തെങ്കിലും ഒരു ഘടകം നമ്മുടെ ആ സിനിമ കാണാൻ പ്രേരിപ്പിക്കുന്നത് കൊണ്ടല്ലേ. അപ്പോൾ ആ സിനിമയ്ക്കുള്ളിൽ ഞാൻ കണ്ട പോസിറ്റീവ് എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഒരു കിടിലൻ പെർഫോമൻസ് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ കാര്യം ആ സിനിമയുടെ ആക്ഷൻ സീക്വൻസുകൾ. എനിക്ക് ആ കാർ ചേസ് വീണ്ടും കാണണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരുപക്ഷെ വീണ്ടും ആ സിനിമ കാണാൻ പോയേക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ആ സിനിമയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന ചിത്രം 100 കോടി ക്ലബിൽ എത്തിയാൽ അതിശയിക്കാനൊന്നുമില്ല. അപ്പോൾ മമ്മൂട്ടിയുടെ ഇമേജും മമ്മൂട്ടിയുടെ സിനിമയോടുള്ള താല്പര്യവുമാണ് ഈ ടർബോയുടെ ഈ വിജയക്കുതിപ്പിന് കാരണം എന്നുള്ളത് ഒരു മറച്ചു വയ്ക്കാനാകാത്ത ഒരു സത്യമാണ്.